ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ നവാബ് ഷൊർണൂർ. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ നമ്മുടെ മക്കളുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിച്ചു. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ ഇതുപോലെയുള്ള മക്കളിനെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ഞങ്ങളെ ബഡ്സ് കുട്ടികളെ ചേർത്ത് നിർത്തിയ ആദ്യമായി അവരോട് ഞങ്ങൾ താങ്ക്സ് പറയുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഇവിടെയുള്ള കുട്ടികളെ മുഖം കണ്ടാൽ തന്നെ അറിയാം, എപ്പോഴും അവരുടെ സന്തോഷമാണ്. ഗ്രാമപഞ്ചായത്താണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ഏറ്റവും നന്നായിട്ടാണ് അവരെ കെയർ ചെയ്യണത്. കേരളത്തിൽ തന്നെ ചിലപ്പം ഞങ്ങളുടെ കുട്ടികളാണ് വിമാനയാത്ര നടത്തിയ കുട്ടികൾ. വിമാനത്തിൽ പോയത് ഞങ്ങളെ കുട്ടികളാണ്. അവർ പുഴ കാണണം പറയുമ്പോൾ പുഴയിൽ കൊണ്ടുപോകും, കപ്പൽ കാണുമ്പോൾ പറയുമ്പോൾ അങ്ങനെ ഇവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അല്ലെങ്കിൽ ഇവരെന്താണോ പറയണത് ഇവരെ ചേർത്ത് നിർത്തുക എന്ന ഒരു വലിയ സന്തോഷം. ശാരീരികവും മാനസികവുമായി ചില വൈകല്യങ്ങളുള്ള നമ്മുടെ കുട്ടികളെ കോർത്തിണക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വിളയൂർ ബഡ്സ് സ്കൂള് ഇപ്പോൾ നിലവിൽ വാടക കെട്ടിടത്തിലാണ്. പഞ്ചായത്തിൻ്റെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലാണ്. അധികം വൈകാതെ സ്വന്തം കെട്ടിടത്തിലേക്ക്, അതും കേരളത്തിലെ ഏറ്റവും നല്ല ബിൽഡിങ്ങിലേക്ക് മാറാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ ബഡ്സ് കുട്ടികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ പലതും സാധിപ്പിച്ചു കൊടുത്തത് പല കൂട്ടായ്മകളാണ്. അതുപോലെ ഒരു കൂട്ടായ്മയായ സൗഹൃദ കൂട്ടായ്മയുടെ ഒരു പറ്റം യുവാക്കൾ കൂട്ടുകാരാണ് ഇന്നത്തെ ഭക്ഷണം ഈ ബഡ്സ് സ്കൂളിൽ ലഭ്യമാക്കിയത്. ഇതുപോലെ പല ദിവസങ്ങളിലും പല ആളുകളും അവരുടെ ബർത്ത്ഡേ പാർട്ടി, വിവാഹ വാർഷികം, മറ്റു വീട്ടിലുണ്ടാവുന്ന മറ്റു ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായി ഈ സ്കൂളിലെ കുട്ടികളെ ചേർത്ത് പിടിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ അതിഥികള് സൗഹൃദ കൂട്ടായ്മ ഷൊർണൂരിന്റെ സുഹൃത്തുക്കളാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാധാരണ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ കുറെ കാണാറുണ്ട്, പലതരത്തിലുള്ള ഹെൽപ്പുകൾ ചെയ്യുന്നത്. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ബഡ്സ് സ്കൂളുകളിലാണ് ഇവർ സന്ദർശിക്കുന്നത്. എല്ലാ ബഡ്സ് സ്കൂളിലെ കൂട്ടുകാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്ത് നല്ലൊരു പ്രവർത്തനമായിട്ട് തോന്നി. ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും നന്ദി അറിയിക്കണം. ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് കേട്ടോ. നമ്മുടെ മക്കളെ ഓരോ സ്കൂളിൽ പോയിട്ടും നമ്മൾ ഇങ്ങനെ ചേർത്ത് നിർത്താൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പടച്ച നമ്പുരാൻ ഇനിയും ഇതുപോലെ ഒരുപാട് മക്കളെ ചേർത്ത് നിർത്താൻ നമുക്ക് ആരോഗ്യം തരണം. കാരണം എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിലാണ് ഇവിടെയൊക്കെ എത്താൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ അഖിൽമോനായാലും എൻ്റെ സുഹൃത്തുക്കളായാലും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെയുണ്ട്. കുട്ടികളുടെ കളിയും ചിരിയും ഒക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ച് സമയം നമ്മുടെ മക്കളുടെ കൂടെ ചെലവഴിക്കുമ്പോൾ അതൊരു വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും മനസ്സിൽ വിഷമം ഉണ്ടെങ്കിൽ ഇവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ തന്നെ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറി നിൽക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ മക്കളെ ഇതുപോലെ ഇനിയും ചേർത്ത് നിർത്തണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക്